നമ്മൾ സംസാരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട്. ഗുഡ് മോർണിംഗ്, എന്തുണ്ട്, പേരെന്താ? ശരി, അപ്പോൾ ഏതായാലും ഇതൊക്കെ കണ്ടിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് രാവിലെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡ് പെൻഷനറാണ്. സർവീസിലായിരുന്നു. ഞാൻ ആരോഗ്യ വകുപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ സർവീസിൽ നിന്ന് ഇറക്കി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ മൊത്തത്തിൽ നല്ലൊരു ഓളം കാണുന്നുണ്ട്. അത് കാണാനായിട്ടാണ് വന്നത്. ഇവിടെ വന്നതാണ്. ഒരു ഡേയ്സായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ വേങ്ങര എല്ലായിടത്തും അല്ല, ഈ നിലമ്പൂര് സംഭവിക്കുന്ന ഒരു കാര്യം. ഇനി അങ്ങോട്ട് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ, പ്രവാസികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കാണാൻ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ചിലരൊക്കെ മെസ്സേജ് അയച്ചാൽ പറഞ്ഞു ഇനിയിപ്പം വെള്ളി ശനി അവധി ദിവസങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ സുഹൃത്തുക്കൾ 2-3 ദിവസത്തേക്കൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? എൻ്റെ സുധാകരൻ. നാടെവിടെ? നാട് ഇവിടെ നിലമ്പൂർ തന്നെയാണ്. ഈ കോവിലകത്തിനടുത്താണോ? കോവിലത്തിന്റെ അല്ല, നമ്മള് ഇതിന്റെ അപ്പുറത്താ, അടുത്ത് തന്നെയാണ്. നമ്മൾ പറയുമ്പോ കോലോത്തുമുറി ഇതിന് ഈ പ്രദേശത്തിന് പറയുന്നത് അങ്ങനെയാണ്, കോലോത്തുമുറി എന്നാണ് പണ്ട് പറയുക. അപ്പൊ നമ്മള് വാർഡുകൾ ഇങ്ങനെ ഡിവിഷൻ വന്നപ്പോ ചെറുവത്തുകുന്ന്, ആസ്പത്രിക്കുന്ന് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇതൊക്കെ ഒറ്റ ഇതായിരുന്നു. ഞങ്ങൾ പണ്ടുള്ള ഏർപ്പാട് തന്നെ എവിടെയെന്ന് വെച്ചാൽ കോലോത്തുമുറി എന്ന് പറയും. ഡിവിഷൻ എന്റേത് ചെറുവത്തുകുന്നാണ്. നിലമ്പൂരിൻ്റെ ഒരു മാറ്റം, കാരണം ഒരുപാട് കാലമായി ഈ നിലമ്പൂരിൻ്റെ ഒരു ജീവിതത്തെയും ഇതിൻ്റെ വികസനത്തെയൊക്കെ കണ്ടിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിലമ്പൂർ എങ്ങനെയുണ്ട്? നിലമ്പൂർ നമ്മളെ നാടല്ലേ, മോശം പറയില്ലല്ലോ. നല്ല നാടാണ്. നാടിൻ്റെ മാറ്റവും മുന്നേറ്റവും അനുഭവം എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റുകൾ വരുമ്പോഴാണ് ഇവിടെ മാറ്റങ്ങൾ ഇതായിട്ടുള്ളത്. ഒന്ന്, ഈ കഴിഞ്ഞ 8-9 വർഷക്കാലമായിട്ട് ഉള്ള നല്ല മാറ്റങ്ങളാണ്. അതിലൊന്ന് റോഡ്, 2 വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകൾ മികച്ച സ്കൂളുകളായി. ഇവിടെ എടരിക്കോടായിരുന്നല്ലോ ഇന്നലെ പടക്കളം ചെയ്ത്, എടക്കരയിൽ പടക്കളം ചെയ്യുന്ന സമയത്ത് അവിടെ ഇവർ സംസാരിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ചെയ്തതിന് പിറകിലൊരു വലിയ സ്കൂളുണ്ട്. അതിനേതാണ്ട് 4.5 കോടി രൂപയാണ് ആ സ്കൂളിനെ മികച്ചതാക്കാൻ വേണ്ടി അനുവദിച്ചത്. കിഫ്ബിയിലൂടെ 1800 കോടി, അതായത് 2000 കോടിക്ക് അടുത്താണ് ഈ മണ്ഡലത്തിൽ മാത്രം സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധിച്ചത് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട് ഇവിടെ. പൂട്ടാൻ വെച്ചിരുന്ന സ്ഥാപനം ഇപ്പൊ നല്ല വീട്ടിക്കുത്ത് സ്കൂൾ ഉണ്ടായിരുന്നു. അത് പണ്ട് പൂട്ടാൻ വെച്ചൊരു സ്കൂളായിരുന്നു. അത് ഇതായിട്ട് ഇപ്പൊ നല്ല ആയിരുന്നു. ആ സ്കൂള് മെച്ചപ്പെട്ട നിലയ്ക്ക് എത്തി. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആസ്പത്രി. ഇവിടെ ഒരു പണ്ട് നമ്മൾ ധർമാസ്പത്രി എന്നാണ് പറയുക, ഗവൺമെന്റ് ആസ്പത്രി. ഈ ആശുപത്രിനെ പിന്നീട് വന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് താലൂക്ക് ആശുപത്രിയാക്കി മാറ്റി. ഈ താലൂക്ക് ആശുപത്രിയെ പിന്നെ ഉമ്മൻചാണ്ടി പോകുന്ന സമയത്ത് ജില്ലാസ്പത്രി എന്നൊരു ബോർഡ് മാത്രം അവിടെ വെച്ചിട്ട് വേറെ യാതൊരു ഫെസിലിറ്റി ഏർപ്പാട് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ആധുനിക സംവിധാനങ്ങളിലുള്ള എല്ലാ ഡോക്ടർമാരെ അപര്യാപ്തത ഉണ്ടെങ്കിൽ പോലും നല്ല സംവിധാനം ഗംഭീരായി. ഇപ്പൊ ജില്ലാസ്പത്രിനെ അനുസരിച്ച സംവിധാനങ്ങൾ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ നിലമ്പൂരും ഇതിലുണ്ടായിരുന്ന ഒരുവിധം എല്ലാം, ചുങ്കത്തറ ഉണ്ട്, അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്തി. കുറുമ്പലങ്ങോടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി നോക്കിയാൽ ആരോഗ്യരംഗത്ത് നല്ല വിപ്ലവകരമായ മാറ്റം വരുത്താൻ ഉണ്ടായി. റോഡുകളുടെ സ്ഥിതി നല്ല തന്നെയാണ്. റോഡുകളുടെ പറഞ്ഞാൽ എപ്പോഴും എല്ലാം പൂർണ്ണമാക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. പക്ഷേ ഓരോ കാലത്തിനനുസരിച്ച് ഇപ്പം നമ്മളെ മലയോര ഹൈവേ ഒക്കെ നല്ല. ഈ മലയോര ഹൈവേയുടെ ഈ റീച്ച് വളരെ ഈ മണ്ഡലത്തിൽ വരുമ്പോൾ വേറെ കാര്യമുണ്ട്. ഈ റീച്ചിന്റെ ഭൂരിഭാഗം വരുന്ന ഒരു ഏർപ്പാട് ഏറനാട് മണ്ഡലത്തിലേക്ക് മുളിയന്തോടുന്നാണ് തിരിച്ചാൽ അങ്ങനെയല്ല പറയുമ്പോ അതിന്റെ ഏറെ ഗുണഭോക്താക്കൾ അവിടെയാണ്. 1, 2 പിന്നെ വണ്ടൂർ മണ്ഡലത്തിലെ വരിക. പറയുമ്പോ നമ്മള് മലയോര ഹൈവേ എന്ന് പറയുമ്പോ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാവുകൊണ്ട് ഇവിടെ ഉള്ളതിനേക്കാളും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള മണ്ഡലങ്ങൾ ജനങ്ങൾക്കാണല്ലോ. പൂക്കോട്ടുംപാടത്തേക്കൊക്കെ പോകുമ്പോഴേ, അമരമ്പലത്തേക്ക് പോകുമ്പോൾ, പൂക്കോട്ടുംപാടത്തേക്ക് പോകുമ്പം കുഞ്ഞാലി ബൈപ്പാസ് ആ ഭാഗം, ആ റോഡൊക്കെ നല്ല ഗംഭീരമായ മലയോര ഹൈവേയുടെ ഭാഗമാണെന്ന് തോന്നിയത് അല്ലേ? പോരായ്മകളുണ്ട്. അത് പരിഹരിച്ചു പോകണം. ഇനി വേണ്ടത് 35 വർഷം മുന്നേ തുടങ്ങിയതാണ്. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന, അതായത് പ്രാദേശിക ഭരണകൂടം, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വന്ന സമയത്താണ് ഇവിടെ നമ്മൾ ബൈപ്പാസിന് ഒരു ബോധപൂർവമായി നമ്മളൊരു സ്ഥലം എടുക്കൽ, പിന്നെ അതിനുള്ള അക്വിസിഷന് വേണ്ട ഏർപ്പാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. ഏകദേശം അതേ സമയത്ത് നിലമ്പൂരിൽ തന്നെ പിന്നെ വികസനം മാത്രം മുന്നിട്ട് കൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലം അക്വിസിഷന് നിലപാടെടുത്തിരുന്നു. ഇത് 96-2001 കാലഘട്ടമാണ്. ആ ഭൂമി തുടർന്ന് വന്ന
പ്രാദേശിക സർക്കാരുകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകാതെ പഞ്ചായത്ത് പക്ഷെ അതിന്റെ കണ്ണായി നിങ്ങൾ നിലമ്പൂർ പഞ്ചായത്തിനെ നിലമ്പൂർ പഞ്ചായത്ത് ഇപ്പൊ മുനിസിപ്പാലിറ്റി ആയല്ലോ ആയി. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ആ സ്ഥലം ആ ഉടമയ്ക്ക് തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല അവർക്കൊരു കോമ്പൻസേഷൻ 5 ലക്ഷം ഉറുപ്പിയും കൊടുക്കേണ്ടി വന്നു. അത് ആ പൈസ വേണ്ടിയിരുന്നില്ല നമുക്ക് ഇത് അക്വിസേഷൻ നടപടി പൂർത്തിയാക്കണമെങ്കിൽ. ആ ഒരു അതുണ്ടായില്ല. ആ സ്ഥലം എവിടെ അതൊക്കെയാണ് ഇനി വേണ്ടത്. സഖാവ് പിണറായി വിജയൻ വന്ന് ഇപ്പൊ ഇന്നൊക്കെ സ്റ്റേജ് അവിടെ നിൽക്കുന്നത് ആ സ്ഥലം കോടതിപ്പടി, ആ സ്ഥലം അക്വിസേഷനുള്ള എല്ലാ കടലാസ് വർക്കുകളും പൂർത്തിയായിട്ട് പോയൊരു സ്ഥലം. അത് ഏറ്റെടുത്തില്ല, അത് ചെയ്തില്ല. പക്ഷെ ഈ ബൈപ്പാസിന്റെ ഈ സംവിധാനങ്ങൾ ഏർപ്പാടുകൾ വന്നപ്പോൾ ബൈപ്പാസ് നമുക്ക് ആക്ഷേപമുണ്ട്. ഒരു റിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പകുതി കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉള്ളത് ഇങ്ങനെ മണ്ണിട്ട് ഇതായിട്ട് നിൽക്കണം. അതൊന്ന് ഗതാഗതത്തിനാക്കി കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം കാര്യങ്ങൾ. അല്ല, അത്തരം ഒരു ഘട്ടത്തിലേക്ക് ഇനിയും അതാണ് പറയുന്നത്. മാസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു നിയമസഭാ സാമാജികനെ തിരഞ്ഞെടുക്കുന്നതെങ്കിലും അതിന് പക്ഷേ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തുടർന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമോ, മൂന്നാം ഊഴം എന്നതിലേക്കൊക്കെയുള്ള ചിന്ത ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വലിയ ചർച്ച നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. അതിനെ ബലപ്പെടുത്തും എന്നുള്ളതാണ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ക്ഷേമ പെൻഷനുകളെ ഒരു കൈക്കൂലിപ്പണമായിട്ട് ചിത്രീകരിച്ചൊക്കെ ശക്തമായ ഇവിടെ വലിയ ചർച്ചയുണ്ട്. ഉണ്ട്